അക്ഷരങ്ങളായി ശോഭിക്കുന്ന ഒരു കാൽപ്പനിക കവിയാണ് പ്രൊഫസർ ONV കുറുപ്പ്. തേച്ചുമിനുക്കിയ പദാവലിയും സംഗീതാത്മകത്വവും സൗന്ദര്യബോധവും കേരളീയ സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വർണ്ണനകളും കവിയെ ലബ്ധപ്രതിഷ്ഠനാക്കുന്നു. യുഗോസ്ലാവിയയിലെ മാസിഡോണിയയിൽ വെച്ച് നടന്ന ലോക കവി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ ശ്രീ ONV യാത്രാമധ്യേ ഒരു സവിശേഷമായ സ്ത്രീ പ്രതിമ കാണാനിടയാവുകയും ആ പ്രതിമയ്ക്ക് പിന്നിലുള്ള കഥ മനസ്സിലാക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ആ കഥയ്ക്ക് മലയാണ്മയുടെ ചൂടും ചൂരും പകർന്നു നൽകി ഒരു കഥന കാവ്യമാക്കി തീർത്തു. അന്തരിച്ച ശ്രീ ONV കുറുപ്പിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ അഞ്ജലിബദ്ധരായി നിന്നുകൊണ്ട് ആ കവിത നാടകമാക്കി രൂപാന്തരപ്പെടുത്തി നിങ്ങൾക്ക് മുൻപിൽ സവിനയം സമർപ്പിക്കുന്നു. അമ്മ. മാതൃത്വത്തിന്റെ സ്നിഗ്ധതയിലും കുലമഹിമയുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടി വന്ന ഒരു ത്യാഗിനിയുടെ കഥ. അമ്മ. ദേവി രക്ഷിക്കണേ. ഞങ്ങളുടെ കുലത്തിന്റെ മാനം പരദേവതയായ ദേവിയുടെ കരങ്ങളിലാണ്. അതെന്നും കാത്തുകൊള്ളണമേ. ഈ കുടുംബത്തിന്റെ ഐക്യം എന്നും നിലനിർത്തണേ. ഏട്ടത്തി മുറ തെറ്റാതെ അതിരാവിലെ തന്നെ കുടിച്ചു വന്ന് തുളസിക്ക് വെള്ളം പകർന്നല്ലോ. അതെ, ഞാൻ ഈ പടി കയറിയ നാൾ മുതലുള്ള ശീലമാണ്. ഞാൻ വരുന്നത് വരെ അമ്മയായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ സ്നേഹവും ഐക്യവും കണ്ട് ആനന്ദിക്കുമായിരുന്നു. തീർച്ചയായും ഈ കുടുംബത്തിൽ വന്നു കയറാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചത് മുജന്മ സുഹൃത്തം തന്നെയാണ്. അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. നീ വേണം ഈ കുടുംബത്തെ ഭദ്രമായി നോക്കാനെന്ന്. ഏട്ടത്തി വിഷമിക്കേണ്ട. ഞങ്ങൾക്ക് അമ്മയുടെ സ്ഥാനത്താണ് ഏട്ടത്തി. ഒൻപതു പേരവ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു. എന്റെ പൊന്നനുജന്മാരെ, നമുക്ക് പോകണ്ടേ? ഇന്ന് കൂത്തമ്പലത്തിന്റെ അവസാനം എനിക്ക് പണിയാണ്. ഏട്ടൻ തിരക്ക് കൂട്ടേണ്ട. കല്ലിനേക്കാൾ ഉറപ്പുള്ള നമ്മുടെ ഈ കൈകളും അധ്വാനിക്കാനുള്ള മനസ്സും ദൈവകൃപയുമുണ്ടെങ്കിൽ എല്ലാം ഭംഗിയായി കലാശിക്കും. ഏട്ടാ, ഒരു പ്രധാന കാര്യം പറയാൻ മറന്നുപോകും. എന്താ? ഏട്ടൻ തിരുമേനിയെ കാണാൻ പോയപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് മന്ത്രി വന്നിരുന്നു. മന്ത്രി? അദ്ദേഹം എന്തിനാണ് വന്നത്? കോട്ടയുടെ മുന്നിലായി ഒരു ഗോപുരം പണിയാൻ തിരുമനസ് ആഗ്രഹിക്കുന്നു. അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഏട്ടനോട് കൊട്ടാരം വരെ ചെല്ലാൻ പറഞ്ഞു. ശരി ശരി, പോകാം. ആദ്യം ഏറ്റെടുത്ത പണി പൂർത്തിയാക്കട്ടെ. എന്നാലും ഈ നേരിട്ടാകുന്നതിന് മുൻപ് തിരുമനസിനെ കാണാം. ചെത്തിയ കല്ലിന്റെ ചേലു കണ്ടാൽ കെട്ടിപ്പടുക്കും പടുത കണ്ടാൽ അക്കൈവിരുത് പുകഴ്ത്തുമാരും അപ്പുകൾ ഏതി
വാതിലും മതിലകത്തെ കൊട്ടാരം കോവിൽ കൂത്തമ്പലവും അവരുടെ കൈകൾ പടുത്തതത്രേ, അഴകും കരുത്തും കൈകോർത്തതത്രേ. അവരുടെ കൈകൾ പടുത്തതത്രേ, അഴകും കരുത്തും കൈകോർത്തതത്രേ. 9 കല്ലുകൾ ചേർന്നൊരു ശില്പ ഭംഗി തളുത്ത പോലെ 9 കൽപ്പണിക്കാരവർ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു. ഹോ, തളർന്നു. വല്ലാത്ത ഉഷ്ണം തന്നെ. കൊച്ചു വർത്തമാനം പറയാതെ പണി തീർക്കാൻ നോക്ക്. തിരുമനസിനെ കാണാൻ പോകേണ്ടതാണ്. 2 മണി കഴിഞ്ഞല്ലോ. കഞ്ഞി കൊണ്ട് വരേണ്ട ആളിനെ കണ്ടില്ലല്ലോ. അതാ നോക്കൂ, ഇന്ന് നിന്റെ ഭാര്യയാണ് കഞ്ഞിയും കൊണ്ടുവരുന്നത്. നന്നായിരിക്കുന്നു. ചോറിന്റെ വേവ് പാകം, കറിയും അസലായിട്ടുണ്ട്. ഏട്ടത്തിയുടെ കൈപ്പുണ്യം പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? ഞങ്ങൾ കുഞ്ഞിനെ കളിപ്പിക്കുകയായിരുന്നു. കുഞ്ഞിന് കരച്ചിലുണ്ടായിരുന്നു ഇന്ന്. എത്ര കരഞ്ഞാലും ഏട്ടത്തി എടുത്ത് നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞാൽ അവന്റെ കരച്ചിൽ മാറും. ഏട്ടത്തി പ്രസവിച്ചതാണെങ്കിലും അവന് അമ്മ ഒന്നല്ല 9 പേരാണ്. രാജകൽപ്പന അനുസരിച്ച് കൽപ്പണിക്കാർ ഗോപുരം നിർമ്മിക്കാൻ ആരംഭിക്കുന്നു. ഒത്തൊരുമയോടെ 18 കൈകൾ രാവും പകലും പണിയെടുത്തു. ബലിഷ്ഠമായ കരങ്ങളാൽ ശില്പഭംഗിയാർന്ന ആ ഗോപുരം നാടിന് അഭിമാന സ്തംഭമാകുമെന്നതിൽ ആർക്കും യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു ഭിത്തി മാത്രം എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. രാജകൽപ്പന കല്ലും പിളർക്കുന്നതാണ്. ആ സത്യം അറിയാമെന്നതുകൊണ്ട് അവർ ആകെ വിഷണ്ണരാണ്. ശേഷം കാണുക. ചെത്തിയ കല്ലുകൾ ചാന്തുതേച്ചു ചേർത്തു പടുക്കും പടുതയന്തേ. ഇക്കുറി വല്ലായ്മയാർന്നു പോയി ഭിത്തിയുറയ്ക്കും നീരൊന്നുകൊണ്ടും, ഭിത്തിയുറയ്ക്കും നീരൊന്നുകൊണ്ടും. എന്റെ പരദൈവങ്ങളെ, ഇത്രയും കാലവും ഒരു പിഴവും കൂടാതെയാണ് ഞങ്ങൾ പണി ചെയ്തിട്ടുള്ളത്. ഈ പ്രാവശ്യം മാത്രം എന്താ ഇങ്ങനെ? ഏട്ടാ, മന്ത്രി വരുന്നു. ഞാൻ എന്ത് പറയും മന്ത്രിയോട്? എന്താണ് പണി പൂർത്തിയാക്കാൻ ഇനിയും വൈകുന്നത്? അത് ബാക്കി എല്ലാ പണിയും പൂർത്തിയായി. ഈ ഒരു ഭിത്തി മാത്രം. മഹാനായ പെരുന്തച്ഛന്റെ വംശത്തിൽപ്പെടുന്ന നിങ്ങൾക്ക് സന്ദേഹം? പണിയറിയില്ല എങ്കിൽ ഗ്രഹത്തിൽ തന്നെ ഇരുന്ന് വിശ്രമിക്കണം. കൊട്ടാര ഗോപുരം നിർമ്മിക്കാൻ ഞാൻ വേറെ ആളെ നോക്കിക്കൊള്ളാം. അരുത്, അങ്ങനെ പറയരുത്. ഇതുവരെയുള്ള ദുഷ്പേരും ഞങ്ങൾ കേൾപ്പിച്ചിട്ടില്ല. എന്റെ ദൈവമേ, ഈ പരീക്ഷണം ഇനിയെങ്കിലും അവസാനിപ്പിച്ചിട്ടേ. ഒരു പതിവ്രതയായ നാരിയെ ബലി നൽകുക, അവളെ ഭിത്തിയോട് ചേർത്ത് നിർത്തുക. അവളിലുള്ള പാതിവൃത്യത്തിന്റെ ശക്തി കൊണ്ട് ഭിത്തി ഉറയ്ക്കുന്നതായിരിക്കും. അശരീരി സത്യമുള്ളതാണ്. നിങ്ങളുടെ വധുക്കളിൽ ഒരുവളെ ചേർത്ത് നിർത്തി ഭിത്തി നിർമ്മിക്കും. ഇത് ചക്രവർത്തി തിരുമനസിനു വേണ്ടി നാം പുറപ്പെടുവിക്കുന്ന കൽപ്പന. ആകാം, അങ്ങനെയാകാം. ഏട്ടാ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? മാറ്റമില്ല. ഇന്ന് ഉച്ചയ്ക്ക് ആരാണ് കഞ്ഞി കൊണ്ടുവരുന്നത്? അവളായിരിക്കും നമ്മുടെ മാനം കാക്കുന്നത്. ആ നിയോഗം അവളെ ലോകപ്രശസ്തിയാക്കി തീർക്കും. അവൾ കുലത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ത്യാഗം ചെയ്ത വനിതയായിരിക്കും ലോകർക്ക് മുൻപിൽ. പക്ഷേ നമുക്ക്
എല്ലാവരും പണി നിർത്തിയോ? വിശപ്പിന് ആധിക്യം കൂടിയോ? എന്താ എന്താ എല്ലാവരുടെയും മുഖത്തൊരു വിഷാദം? അത് നാം പറയാം, ഭിത്തി ഉറച്ചു കിട്ടാൻ ഒരു നാരീബലി നടത്തും. ആ വിധി നിനക്കുള്ളതാണ്. ഭിത്തിയുറയ്ക്കാനീ പെണ്ണിനെയും ചെത്തിയ കല്ലിനിടയ്ക്കു നിർത്തി കെട്ടിപ്പടുക്കും മുന്നെനിക്കുണ്ട് ഒറ്റയൊരാഗ്രഹം കേട്ടുകൊള്ളുവിൻ. കെട്ടിമറിക്കില്ലിൻ പാതി നെഞ്ചം, കെട്ടിമറിക്കില്ലിൻ എന്റെ കൈയ്യം. എന്റെ പൊന്നോമന കേണിടുമ്പോൾ എന്റെ അടുത്തേക്ക് കൊണ്ടുപോരൂ. ഈ കൈയാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കൂ. ഈ കൈയാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കൂ. ഈ പൊന്നോമനെ കേഴുമ്പോൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി പാലൂട്ടാൻ എന്നെ അനുവദിക്കണം. എന്റെ മാതൃത്വം നിഷേധിക്കരുതേ, നിഷേധിക്കരുതേ. വേഗം പണി തുടങ്ങട്ടെ. ഒൻപതു കൽപ്പണിക്കാർ പടുത്ത വൻപിയെന്നൊരക്കോട്ടതൻ മുന്നിൽ ഇന്നു കണ്ടേന പെണ്ണിൻ അപൂർണ സുന്ദരമായ വെൺശിലാശില്പം. ഒൻപതു കൽപ്പണിക്കാർ പടുത്ത വൻപിയെന്നൊരാക്കോട്ടതൻ മുന്നിൽ ഇന്നു കണ്ടേന പെണ്ണിൻ അപൂർണ സുന്ദരമായ വെൺശിലാശില്പം. എന്തിനോ വേണ്ടി നീട്ടി നിൽക്കുന്ന ചന്തമോലും ഒരാവലം കയ്യും ഞെട്ടിൽ നിന്നു പാൽ തുള്ളികൾ ഊറും മട്ടിലുള്ളൊരാത്മമാം മാറും കണ്ടുണർന്നെൻ്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മ എന്നാർത്തു നിൽക്കുന്നു. കുടുംബത്തിന്റെ ഐക്യത്തിനും കുലത്തിന്റെ അഭിമാനത്തിനും വേണ്ടി ത്യാഗം ചെയ്ത വനിത. മൃതാവസ്ഥയിൽ പോലും മാതൃത്വത്തിന്റെ ഉൾത്തുടിപ്പുകൾ നെഞ്ചിലേറ്റിക്കൊണ്ട് കിഴിഞ്ഞു വീഴുന്ന ഓരോ പാൽത്തുള്ളിയും തന്റെ ഓമൻ കുഞ്ഞിനായി നീക്കിവെക്കാൻ വേണ്ടുന്ന അമ്മ. മാതൃദേവോ ഭവ. സ്നേഹം, സാഹോദര്യം, മാതൃത്വം, മാനുഷിക ബന്ധങ്ങളുടെ ആഴമില്ലായ്മയിൽ ജീവിതം കൊള്ളുന്ന ഈ കാലത്ത് സമൂഹത്തിൽ
നമ്മുടെ ആരുടെയും ഇടയിൽ വൻമതിലുകൾ ഉയരാതിരിക്കാൻ പരിശ്രമിക്കാം. ഈ ദൃശ്യാവിഷ്കാരത്തിന് ശബ്ദം നൽകി സഹായിച്ച ശ്രീ ജോസി പുല്ലാട്, ശ്രീ തോമസ് മാത്യു സാർ, ശ്രീമതി ചിപ്പി ജോസി, ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. രംഗസജ്ജീകരണത്തിന് സഹായിച്ച ശ്രീമതി ബിനു മിസ്, ശ്രീമതി ലീന മിസ്, ശ്രീ മാത്യു ചേട്ടൻ ഇവരോടും നന്ദി അറിയിക്കുന്നു.